പ്രിയമുള്ളവരെ, ചേളാരി വിഭാഗം EK വിഭാഗം പണ്ഡിത സംഘടനയുടെ കീഴിൽ ഇറക്കിയ പത്രം സുപ്രഭാതം, അതും അവരുടെ മറ്റ് പരിപാടികളെയും മറ്റ് കാര്യങ്ങളെയൊക്കെ പോലെ ശക്തമായ അടിമത്തം പേറിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് വർത്തമാനകാല ചരിത്ര സംഭവഗതികൾ നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പത്രം എന്തിനു വേണ്ടി ഇവർ ആരംഭിച്ചു എന്നതിനെക്കുറിച്ച് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് തന്നെ ഒരു ആശങ്കയും ഒരു സംശയവും ഉണ്ടായിരുന്നു. കാരണം അവരുടെ എല്ലാ താല്പര്യങ്ങളും പരിഗണിക്കുന്ന ഒരു പാർട്ടി ഉണ്ടായിരിക്കെ, ആ പാർട്ടിക്ക് ഒരു മുഖപത്രം ഉണ്ടായിരിക്കെ, ആ പാർട്ടിയും അവരെ സംഘടനയും ഒന്നാണ്. അതെന്ന് പറഞ്ഞാൽ ഇതാണ്, ഇതെന്ന് പറഞ്ഞാൽ അതാണല്ലോ അതിൻ്റെ വലിയ ഹെഡാവുന്ന MT മുസ്ലിയാർ പറഞ്ഞത്. അന്നലക്ക് അത്രമാത്രം അവർ ഉറക്കിലും ഉണർവിലും ബന്ധപ്പെട്ട് കൊടുക്കുന്ന ആ ഒരു പാർട്ടിയും ഈ ഒരു പണ്ഡിത സംഘടനയും രണ്ടും രണ്ട് ശരീരമാണെങ്കിലും ഒന്നാണ് എന്ന നിലക്കാണ് അവരൊക്കെ പറയാറുള്ളതും കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാറുള്ളതും. അത്തരത്തിലുള്ള ആ പാർട്ടിക്ക് ഒരു ചന്ദ്രിക എന്ന ദിനപത്രം ഉണ്ട്. അപ്പോൾ ആ പത്രം ഉണ്ടാകുമ്പോൾ ഇവരുടെ താല്പര്യത്തിനനുസരിച്ചാണല്ലോ ആ സംഘടന. അപ്പോൾ ഇവരുടെ എന്ത് റിപ്പോർട്ട് കൊടുത്താലും അവിടെ സ്വീകരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു അധികപ്പറ്റായിട്ട് ഉണ്ടായ ഒരു പത്രമാണ് സുപ്രഭാതം എന്ന് സാംസ്കാരിക കേരളവും ലീഗും മുമ്പേ മനസ്സിലാക്കിയതാണ്. പിന്നെ എങ്ങനെയാണ് കുറച്ചാളുകൾ ആ പത്രം ഇറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ എതിർക്കുക എന്ന് വിചാരിച്ചുകൊണ്ടാണ് അവരൊക്കെ അതിനോട് ശാരീരികമായി സഹകരിച്ചത്. മാനസികമായി അന്ന് പോലും അതിൻ്റെ വലിയ ഹെഡും ടേഡാകാൻ കാലം അതിക്രമിച്ചിട്ടും അതൊന്നും വകവയ്ക്കാതെ അതിൻ്റെ കിൻമേക്കറായി ഇപ്പോഴും നടക്കുന്ന അദ്ദേഹത്തിന് പോലും ഈ ഒരു അഭിപ്രായം ഉണ്ട്. ആ അഭിപ്രായം രഹസ്യമായി പല സംഭാഷണങ്ങളിൽ പലരോടും പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് സ്വന്തമായ ഒരു പ്ലാറ്റ്ഫോം എവിടെയുമില്ല, എല്ലാം അവരെ ചാരി നിൽക്കുന്നു. അതുകൊണ്ട് ഒരു സ്വാതന്ത്ര്യവുമില്ല എന്നതിൻ്റെ ഒരു ദൃഷ്ടാന്തം ഈ പത്രത്തിൻ്റെ വിഷയത്തിലും ഉണ്ടായിരിക്കുകയാണ്. സാധാരണ ഒരു പത്രത്തിൽ ആര് പരസ്യം കൊടുത്താലും ഏകദേശമൊക്കെ യോജിക്കുന്ന രീതിയിലുള്ളതാണെങ്കിൽ, മതപരമായി നിഷിദ്ധമല്ലാത്ത അല്ലെങ്കിൽ അവരുടെ പോളിസിക്ക് എതിരല്ലാത്ത ഏത് പരസ്യവും എല്ലാവരും സ്വീകരിക്കും. അതിനെ ആരും ചോദ്യം ചെയ്യാറുമില്ല. പലപ്പോഴും പല പത്രങ്ങളും ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ എന്തിനു കൊടുത്തു എന്നൊക്കെ ചിന്തിക്കാറുണ്ട് പലരും. പക്ഷേ അതൊക്കെ അവരുടെ പോളിസിക്ക് അകത്ത് നിന്നുകൊണ്ടാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ ആരും അതിനെ എതിർക്കാറില്ല. അത് അനുയോജ്യമല്ല എന്ന് തോന്നുന്നുണ്ട് എങ്കിലും പത്രത്തിൻ്റെ നിലനിൽപ്പിന് ഇതൊക്കെ ആവശ്യമാണ് എന്ന നിലക്ക് എല്ലാവരും അത് കണ്ണു ചിമ്മാറാണ് പതിവ്. പാലക്കാട്ടെ ഒരു സ്ഥാനാർത്ഥിയുടെ പരസ്യം പ്രസിദ്ധീകരിച്ചപ്പോൾ അത് വലിയ പ്രശ്നമായി വന്നിരിക്കുകയാണ്. ഇത്തരത്തിലൊരു പരസ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അവർ കൊടുത്തിരുന്നു. അതിൻ്റെ പേരിൽ കുറേ ആളുകൾ അത് കത്തിക്കുകയും അതിനെ ബഹിഷ്കരിക്കുകയൊക്കെ ചെയ്ത ചരിത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് കത്തിക്കലുണ്ടായത് എൻ്റെ നാട്ടിൻ്റെ അടുത്തുള്ള കൊടിഞ്ഞി എന്ന പ്രദേശത്താണെങ്കിൽ ഇത് വേറെ ജില്ല മാറിയിട്ടാണ് എന്നാണ് മനസ്സിലാകുന്നത്. അത് കാണുക. ഞാൻ ഈ സുപ്രഭാതം പേപ്പർ വാങ്ങുന്നത് ബഹുമാനപ്പെട്ട സംസ്ഥയുടെ ഒരു പത്രം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സുപ്രഭാതം പത്രം വാങ്ങുന്നത്. പക്ഷേ ഇന്നലത്തെ പാലക്കാട് വാർത്തയുമായി ബന്ധപ്പെട്ട് സംസ്ഥയുടെ നേതാക്കന്മാരെ എന്ന് തള്ളിപ്പറഞ്ഞ് അവരറിയാതെ കൊടുത്ത വാർത്തയാണെന്ന്. അപ്പോൾ സംസ്ഥയുടെ നേതാക്കന്മാരെ വരെ അംഗീകരിക്കാത്ത ഈ സുപ്രഭാതം എൻ്റെ വീട്ടിൽ ഇനി നാളെ മുതൽ ഞാൻ വാങ്ങൂല, ഇത് നിർത്തുകയാണ്. ഈ പത്രം എനിക്ക് വേണ്ട. കാരണം നമ്മുടെ സംസ്ഥയുടെ നേതാക്കന്മാരെ വരെ അംഗീകരിക്കാതെ അവരെ ഉത്തരവാദിത്വം ഇല്ലാതെ വാർത്ത കൊടുക്കുന്ന സുപ്രഭാതം പിന്നെ നമുക്കെന്തിനു വേണ്ടിയിട്ട്. അതുകൊണ്ട് എൻ്റെ നിലപാടാണ്, ഞാൻ നാളെ മുതൽ ഈ പത്രം ഇവിടെ വാങ്ങില്ല. ഇന്ന് ലാസ്റ്റാണ്. ഇനി ഞാനിത് ഈ നാട്ടിൽ എൻ്റെ വീട്ടിൽ ഞാൻ ഈ പത്രം വാങ്ങില്ല. ഇതെൻ്റെ നിലപാടാണ്. ബഹുമാനപ്പെട്ട സംസ്ഥയുടെ പത്രമാണ്. പക്ഷേ സംസ്ഥയുടെ നേതാക്കന്മാരെ അംഗീകരിക്കാത്ത പത്രം ഞാനിപ്പോൾ വേണ്ട. സുപ്രഭാതം പത്രം കത്തിക്കുന്നതിന് കാരണമായിട്ട് ഈ കത്തിക്കുന്ന ആൾ ഒരു മുഖലിസായ ലീഗുകാരനായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം പറയുന്ന കാരണം എന്താണ്? സമസ്തയുടെ നേതാക്കൾ തന്നെ പറഞ്ഞു, ഇദ്ദേഹം അംഗീകരിക്കുന്ന സമസ്ത കേട്ടോ, അവരവകാശപ്പെടുന്ന സമസ്ത പരസ്യം ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് നേതാക്കൾ പറഞ്ഞു. അപ്പം നേതാക്കളെപ്പോലും ധിക്കരിച്ചുകൊണ്ട് ആ നേതാക്കൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ പത്രം പ്രസിദ്ധീകരിച്ച ഈ പ്രസിദ്ധീകരണ സമിതിയുടെ സമീപനം ശരിയല്ല. അതുകൊണ്ട് നേതാക്കളെ അനുസരിക്കുന്നില്ല, സമസ്തയെ അനുസരിക്കുന്നില്ല എന്നതുകൊണ്ട് ഞാനിത് കത്തിക്കുന്നു, ഞാനിത് ഇനി മുതൽ വാങ്ങുകയില്ല, വായിക്കുകയില്ല എന്നൊക്കെയുള്ള ശപഥത്തോടു കൂടെയാണ് അദ്ദേഹം കത്തിക്കുന്നത്.
ഇത് അദ്ദേഹം ആദ്യം തന്നെ കാശ് കൊടുത്ത് വാങ്ങിയതായതുകൊണ്ട് കത്തിക്കുന്നതിന് ആരുടെയും സമ്മതം ചോദിക്കേണ്ട ആവശ്യമില്ല. വേറെ ഏതെങ്കിലും പത്രങ്ങൾ കത്തിച്ചാൽ അത് പ്രശ്നമായി വരും എന്നുള്ളത് ഓർക്കുന്നതും നല്ലതാണ്. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം ഇവിടെ എന്താണ്? സമസ്തൻ്റെ നേതാക്കൾക്കെതിരെയായിട്ടാണ് പത്രം നീങ്ങുന്നത്. അതുകൊണ്ട് ഈ പത്രം എനിക്ക് വേണ്ട. ഇദ്ദേഹം മുഖ്ലിസായ ഒരു ലീഗുകാരനാണ്. എന്നാൽ സമസ്തയുടെ തീരുമാനത്തിനെതിരെ ഈ ലീഗിൻ്റെ പ്രസിഡന്റ് നീങ്ങുന്നുണ്ട്. വഹാബികളുമായി വേദി പങ്കിടാൻ പാടില്ല, അവരെ പ്രസിദ്ധീകരണങ്ങൾ ഉദ്ഘാടനം ചെയ്യാനോ പ്രകാശനം ചെയ്യാനോ പാടില്ല എന്നത് ഖണ്ഡിതമായ തെർക്കുൽ മുവാലാത്തിൻ്റെ നിയമമാണ് സമസ്തയുടെ. ആ സമസ്തയുടെ നിയമം ധിക്കരിക്കുന്ന ലീഗിൻ്റെ പ്രസിഡന്റിനെ തള്ളാൻ ഇദ്ദേഹം സന്നദ്ധനാകുമോ? ആവുകയില്ല എന്ന കാര്യം ഉറപ്പാണ്. മുഖ്ലിസായ ലീഗുകാരനത് കഴിയില്ല. സമസ്തയോടുള്ള മുഹബത്തിൻ്റെ ആ ആധിക്യം കൊണ്ടാണ് അദ്ദേഹം ഇത് കത്തിച്ചത്. എന്നാൽ ആ ആധിക്യം ഇദ്ദേഹത്തിൻ്റെ പ്രസിഡന്റ് ആ സമസ്തയുടെ നയങ്ങളെ കാറ്റിൽ പറത്തി മുന്നോട്ട് നീങ്ങുന്നു. എന്നിട്ട് സമസ്തയുമായി പൊക്കിൾ കൂടി ബന്ധമാണെന്ന് പറയുകയും ചെയ്യുന്നു. ലീഗും സമസ്തയും തമ്മിൽ വലിയ ബന്ധമാണെന്ന് എല്ലാവരും പറയുകയും ചെയ്തുകൊണ്ട് ഈ ഇവരിൽപ്പെട്ട എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിനെ ചോദ്യം ചെയ്യാനുള്ള ഒരു ത്രാണിയായിരുന്നു ഇയാൾ ഇതോടുകൂടെ കാണിക്കേണ്ടിയിരുന്നത്. ഇതിപ്പോൾ യഥാർത്ഥത്തിൽ ബാധിക്കുന്നത് കോൺഗ്രസിനെയാണ്. ആ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ ഇത് തിരിച്ചറിവുള്ളവരാണ് ആ വിഷയത്തിലൊക്കെ. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനെ ഇതിൻ്റെ പേരിൽ പ്രതിക്കൂട്ടിലാക്കേണ്ട. ആരെങ്കിലും കത്തിച്ചെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിയത് കത്തിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല എന്ന അർത്ഥത്തിൽ കോഴിക്കോട് DCC പ്രസിഡന്റ് അതിനെക്കുറിച്ച് നടത്തുന്ന പ്രസ്താവന, അദ്ദേഹത്തിൻ്റെ വോയിസ് സന്ദേശം നമുക്ക് കേൾക്കാം. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് K. പ്രവീൺ കുമാർ, കോഴിക്കോട് DCC പ്രസിഡന്റ്. പ്രിയപ്പെട്ടവർ, ഇന്ന് മുക്കത്ത് കോൺഗ്രസ് പാർട്ടിയുടെ പേരിൽ ആരോ സുപ്രഭാതം പത്രം കത്തിച്ചതായി അറിയാൻ സാധിച്ചു. അത് കോൺഗ്രസ് പാർട്ടിയുടെ അറിവോ സമ്മതമോ അഭിപ്രായമോ അല്ല. ഒരു പാർട്ടിയുടെ അങ്ങനെ നിർദ്ദേശമൊന്നുമില്ല. സുപ്രഭാതം പത്രവുമായും അതിൻ്റെ മാനേജ്മെൻറ്റുമായും ഊഷ്മളമായ ബന്ധമാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളത്. അതുകൊണ്ട് ഈ നടന്ന സംഭവത്തിന് കോൺഗ്രസ് പാർട്ടിയുമായി യാതൊരു ബന്ധവുമില്ലാമെന്ന് വളരെ വിനയത്തോടെ അറിയിക്കുന്നു. എന്താണ് ഇങ്ങനെയൊക്കെ കത്തിക്കാനും സുപ്രഭാതത്തിൻ്റെ ആളുകളെ ഞെട്ടിപ്പിക്കുവാനും കാരണമായത്? ലീഗ് കണ്ണുരുട്ടി. കാരണം ലീഗിൻ്റെ ഒരു ഘടകകക്ഷിക്കെതിരെയുള്ള ഒരു നീക്കമാണ് ഇത് എന്ന് മനസ്സിലാക്കി, ഞങ്ങൾ ഇച്ഛിക്കാത്തതൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല, കാരണം ഞങ്ങളുടെ കയ്യിലെ കളിപ്പാവയാണ് നിങ്ങൾ, കൊഞ്ചം ചാടിയാൽ മുട്ടോളം പിന്നെ ചട്ടിയിൽ എന്ന തത്വശാസ്ത്രം നിങ്ങളിങ്ങനെ മറന്നു പോകുന്നു, മറക്കാൻ പാടില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ലീഗ് കണ്ണുരുട്ടി. ഈ പരസ്യം വന്നപ്പോൾ പത്ര കമ്മിറ്റി തന്നെ ആകെ പ്രകമ്പനം കൊണ്ടു. ഉടനെ തന്നെ അവരുടെ ഡയറക്ടർ കുറിപ്പിറക്കി, ഇത് വലിയ കഷ്ടമായിപ്പോയി, ഇത് ഇനി ആവർത്തിക്കാൻ പാടില്ലാത്തതാണെന്ന്. എന്താ ആവർത്തിക്കാൻ പാടില്ലാത്തത്? കൊടുക്കുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ട ഒരു കാര്യമാണുള്ളത്. ഇത് തൊട്ടാൽ പൊള്ളുന്ന പ്രശ്നമാണെന്ന് എല്ലാവർക്കും അറിയാം. അതോടുകൂടെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മറുമുന്നണിയുടെ ഒരു പരസ്യം പ്രസിദ്ധീകരിച്ചതിൻ്റെ പേരിൽ അവർ ക്രൂശിക്കപ്പെട്ടിട്ടുണ്ട്. വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നത് തന്നെ ഇവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്നിട്ടും ആ പത്രത്തിൻ്റെ ഡയറക്ടർ ഇറക്കിയൊരു കുറിപ്പ്, കുറ്റക്കാർക്കെതിരെ ഉചിതമായ തീരുമാനം ഉടൻ. ഏത് സുപ്രഭാതത്തിൽ ഈ പരസ്യം പ്രസിദ്ധീകരിച്ചത് വലിയ കുറ്റമാണ്, അവർക്കെതിരെ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് അതിൻ്റെ ഡയറക്ടറായ ആൾ പറയുന്നത്. പത്രത്തിൻ്റെ ഡയറക്ടറാകാൻ അദ്ദേഹത്തിൻ്റെ യോഗ്യത എത്രയാണ് എന്ന് നമുക്ക് അറിയാം. എന്നാലും അദ്ദേഹം പറയാണ്, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രഭാതം ദിനപത്രത്തിൽ പ്രസിദ്ധീകരിച്ച പരസ്യം സംബന്ധിച്ച് സമസ്ത നേതാക്കൾ യഥാസമയം നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിലെ വിഷയവുമായി യാതൊരു യോജിപ്പുമില്ലെന്നും ബന്ധമില്ലെന്നും സുപ്രഭാതം ചെയർമാൻ തന്നെ അസന്നിഗ്ധമായി വ്യക്തമാക്കിയതാണ്. അതേസമയം എല്ലാവരുടെയും പരസ്യങ്ങൾ നൽകുന്നത് പോളിസിയുടെ ഭാഗമാണെന്നും സയ്യിദുൽ ഉലമ ജിഫ്രി മുത്തുകോയ തങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ആ പരസ്യത്തിലെ വിഷയങ്ങളോട് യാതൊരു നിലയിലും നമുക്ക് യോജിക്കാൻ കഴിയില്ല. ഇക്കാര്യത്തിൽ ജാഗ്രതക്കുറവ് ഉണ്ടായിട്ടുണ്ട്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. കുറ്റക്കാർക്കെതിരെ ഉചിതമായ തീരുമാനമുണ്ടാകും ഇൻഷാ അല്ലാഹ്. ഇതിന് പരിഹാരമുണ്ടാക്കാൻ നമ്മുടെ നേതാക്കൾ പ്രതിജ്ഞാബദ്ധരാണ്. സ്നേഹനിധികളായ പ്രവർത്തകർ അതീവ ജാഗ്രത പുലർത്തണമെന്നും സ്നേഹപൂർവ്വം ഉണർത്തുന്നു. അബ്ദുൽ ഹമീദ് ഫൈസി, അമ്പലക്കടവ്, മാനേജിംഗ് ഡയറക്ടർ, സുപ്രഭാതം. എന്താണ് ഇവിടെ അങ്കലാപ്പ്? എന്താ ഇവിടെ പ്രശ്നം? പ്രശ്നപരിഹാരം ഉണ്ടാക്കാൻ പ്രതിജ്ഞാബദ്ധരാണ്. ഈ പത്രങ്ങളെ ഒക്കെ നിലനിൽക്കുന്നത് ലീഗുകാരുടെ ഊരമ്മലാണ്. അവരെങ്ങാനും അതിൻ്റെ സർക്കുലേഷൻ ഇപ്പോൾ ഏതായാലും ചേർത്തിയത് അവർക്ക് കിട്ടും. അതിൻ്റെ കാലം കഴിഞ്ഞാൽ ഇനിയും ഇതിൻ്റെ വാരാചരണമായിട്ട് വരുമ്പോൾ
ആ വീട്ടിൻ്റെ പടിയിലേക്ക് കയറ്റൂല. അപ്പോൾ അതുകൊണ്ട് കീഴടങ്ങുകയല്ലാതെ മാർഗമില്ല എന്ന് ആ കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കോപ്രയങ്ങൾ ഒപ്പിച്ചുകൊണ്ട് അവർ മുന്നോട്ട് നീങ്ങുന്നത്. കണ്ണുരുട്ടുമ്പോഴേക്കും പേടിച്ച് വിറക്കാൻ കാരണം എന്താണ്? സ്വാതന്ത്ര്യമില്ല. ഇവർ ഇനി ധരിക്കുന്ന ഏതെങ്കിലും വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കാൻ പാടില്ല എന്നെങ്ങാനും ഈ രാഷ്ട്രീയ പാർട്ടി അവരോട് ശാസനാരൂപത്തിൽ പറഞ്ഞാൽ അതും മാറ്റേണ്ടി വരും. മുമ്പൊക്കെ സ്ത്രീകൾക്ക് മാറുമറക്കാൻ അധികാരം ഉണ്ടായിരുന്നില്ലല്ലോ, അത് സ്ഥാപിച്ചു കൊടുത്തത് ടിപ്പു സുൽത്താനാണല്ലോ. എന്നതുപോലെ ഇവർക്ക് ഈ സ്വാതന്ത്ര്യങ്ങളൊക്കെ നേടിക്കൊടുക്കാൻ വലിയ ഒരു നിവർത്തന പ്രക്ഷോഭം ആവശ്യമായി വരുമോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഈ സുപ്രഭാതത്തിൻ്റെ കാര്യം അങ്ങനെയാണ്. എന്നാൽ വേറെ ഒരു പത്രം കൂടി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിലും ആ പരസ്യം വന്നിട്ടുണ്ട്. സിറാജി പത്രം എന്നാണ് അതിൻ്റെ പേര്. അവർക്ക് സ്വതന്ത്രമായ കാഴ്ചപ്പാടുമുള്ളത്. അടിമത്തമില്ലാതെ സ്വന്തം പ്ലാറ്റ്ഫോമിൽ സ്വന്തം അണികളാൽ നിലനിർത്തപ്പെടുന്ന, കണ്ണുരുട്ടിയവരുടെ കണ്ണൊക്കെ കടഞ്ഞു പോകുമെന്നല്ലാതെ ആരുടെ ഇംഗിതത്തിനും വഴങ്ങാതെ പ്രസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചും അവരുടെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടും മാത്രം മുന്നോട്ട് പോകുന്ന പത്രമാണ്. ആ പത്രത്തിൻ്റെ ആളുകളായിട്ട് കോൺഗ്രസ്സുകാരുണ്ട്, മറ്റ് പാർട്ടിക്കാരുണ്ടാകും, ലീഗുകാരുണ്ട്. പക്ഷെ അവരാരും ആ പത്രം കത്തിക്കാൻ വേണ്ടിയോ മറ്റോ തയ്യാറായില്ല. അതെന്തുകൊണ്ടാണ്? കത്തിച്ചിട്ടൊന്നും കാര്യമില്ല. ഇത് തീയിൽ മുളച്ചതാണ്, അത് വെയിലത്ത് വാടൂല, ഇനി തീയിലിട്ടാലും വാടൂല എന്നവർക്കൊക്കെ ഉറപ്പുണ്ട്. അതുകൊണ്ട് ഈ പരസ്യത്തിലൊക്കെ നീരസമുള്ളവർ ഇതിൻ്റെ വരിക്കാരിലൊക്കെ ഉണ്ടാകാം. പക്ഷേ ഈ പ്രസ്ഥാനത്തിന് മതം വേറെയും രാഷ്ട്രീയം വേറെയുമാണ്. രണ്ടും കൂടി കുഴച്ചിട്ട് ഇത് തന്നെയാണ് അത് തന്നെയാണ് ഇത് എന്ന സമീപനം ഇവർക്കില്ല. മതത്തിൽ നിൽക്കുമ്പോൾ അത് സിറാജിൻ്റെ ആളായി മാറുക, രാഷ്ട്രീയത്തിലാവുമ്പോൾ നിങ്ങൾ കോൺഗ്രസ് ആകാം, ലീഗാകാം, മാർക്സിസ്റ്റാകാം, എന്തുമാകാം. അപ്പോൾ അതുകൊണ്ട് ഇത് നീരസാണെങ്കിലും സ്വീകരിക്കും. അപ്പോൾ സ്വന്തം അണികളെയും സ്വന്തം പ്ലാറ്റ്ഫോമിനെയും ഉണ്ടാക്കി തീർത്തതിൻ്റെ ഒരനുഭൂതിയാണ് ഇവർ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. പത്രത്തിൻ്റെ വിഷയത്തിലും പ്രസ്ഥാനത്തിൻ്റെ വിഷയത്തിലും മറ്റേത് വിഷയത്തിലും ഇത് പ്രകടമാണ്. കിട്ടുന്ന നേരം അധ്വാനിച്ച് പ്രസ്ഥാനത്തെ കെട്ടിപ്പടുത്തു. അതേസമയം കിട്ടിയ സമയം മുഴുവനും ഒരു പണ്ഡിതനെയും ആ പണ്ഡിതൻ ഉൾക്കൊള്ളുന്ന ആശയത്തെയും എതിർക്കാൻ വേണ്ടി സമയം മുഴുവൻ ചെലവഴിച്ച് കിടന്നുറങ്ങിയതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ ആ ഭാഗത്തുള്ളവർ അനുഭവിക്കുന്നത്. ഇനിയും അവർക്ക് ഒരു മോചനത്തിന് സമയമുണ്ട്. പക്ഷേ ഈ രീതിയിലൊന്ന് അനക്കുമ്പോഴേക്കും, അമ്മിൻ്റെ ചോട്ടിൽ നിന്നും വാലനക്കുമ്പോഴേക്കും പ്രതിഷേധവുമായി വന്ന് അവരെ ആകെ ഇടുത്തി അവർക്ക് വർഷിച്ചതുപോലെ അവരെ സ്തബ്ധമാക്കി പോകുന്ന രീതി കാണുമ്പോൾ ഇനി ഏത് കാലത്താണ് ഖിയാമത്ത് നാൾ വരാതെ ഇവർക്ക് മോചനമുണ്ടാവുക എന്ന് സംശയിച്ചു പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഈ പത്രം ഒരു അധികപ്പറ്റാണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. കാരണം നിങ്ങളുടെ എല്ലാം നേടിത്തരാൻ ചന്ദ്രികയുണ്ട്. നിങ്ങളുടെ എല്ലാ സംഘടനാ കാര്യങ്ങൾക്കും ലീഗുണ്ട് എന്ന്, സമസ്ത എന്ന് നിങ്ങൾ അവകാശപ്പെടുന്ന അതിൻ്റെ നേതാവ് തന്നെ പറഞ്ഞല്ലോ. സമസ്ത എന്ന് പറഞ്ഞാൽ ലീഗാണ്, ലീഗ് തന്നെ സമസ്തയാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഉള്ള പത്രമാണ് ചന്ദ്രിക. ആ ചന്ദ്രിക അവിടെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഏത് റിപ്പോർട്ടും കൊടുക്കാൻ തയ്യാറാകണമല്ലോ, ആയിരിക്കും. അവിടെ പിന്നെ ഒരു സുപ്രഭാതം എന്ന പത്രം അധികപ്പറ്റാണ് എന്നത് നിഷ്പക്ഷമതി എന്ന നിലക്ക് അറിയിക്കുകയാണ്. ഏതായാലും ഉള്ള കാലത്തോളം നട്ടെല്ല് നിവർത്തി സ്വാതന്ത്ര്യ വീക്ഷണത്തോടെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. അത് നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു കിട്ടാനും അത് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു ഊർജ്ജമായി സ്വീകരിക്കാനും അവസരമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.